നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ആംഗേൽ ഡി മരിയ തുടരും, ഒരു വർഷം കൂടി തുടരും. ഈ കാര്യം ഇപ്പോൾ കൺഫേം ചെയ്ത് പറഞ്ഞിരിക്കുന്നത് ഫബ്രിസിയോ റൊമാനോയാണ്. നമ്മുടെ സുഹൃത്തുക്കളിൽ പലർക്കും വലിയ വിശ്വാസമുള്ള ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രിസിയോ തന്നെ പറയുന്നു ആംഗേൽ ഡി മരിയ ഒരു വർഷം കൂടി തുടരും, ബെൻഫിക്കയിൽ തുടരുമെന്ന്. അദ്ദേഹം അർജന്റീൻ ക്ലബ്ബ് റൊസാരിയോ സെൻട്രലിലേക്ക് മടങ്ങുമോ എന്നുള്ളതൊരു ചോദ്യമായിട്ട് നിന്നിരുന്നു. അദ്ദേഹത്തിന് അങ്ങനെ താല്പര്യവും ഉണ്ടായിരുന്നു. പക്ഷെ റൊസാരിയോ നഗരത്തിലേക്ക് അദ്ദേഹം തിരികെ എത്തുകയാണെങ്കിൽ ചിലത് സംഭവിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീഷണികൾ പലവട്ടം വന്ന സാഹചര്യത്തിൽ റൊസാരിയോ സെൻട്രലിലേക്കുള്ള മടക്കം സംഭവിച്ചേക്കില്ല എന്നുള്ള വാർത്തകളും നേരത്തെ വന്നിരുന്നല്ലോ. ഇപ്പൊ അത് തന്നെയാണ് ഉണ്ടാവുന്നത്. ബെൻഫിക്കയിൽ തന്നെ തുടരാൻ തീരുമാനിക്കുന്നു ആംഗേൽ ഡി മരിയ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നിലവിലെ കോൺട്രാക്ട് ഇപ്പം അവസാനിക്കുകയാണ്. എന്നാൽ ഒരു വർഷത്തെ കൂടി തുടരാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ഫബ്രീസിയോയുടെ റിപ്പോർട്ടിലേക്ക് പോകാം. ആംഗേൽ ഡി മരിയ വിൽ സ്റ്റേ അറ്റ് ബെൻഫിക്ക ഫോർ വൺ മോർ സീസൺ. എഗ്രിമെന്റ് സീൽഡ് ടുഡേ. അപ്പം എഗ്രിമെന്റ് ആയി കഴിഞ്ഞു. അദ്ദേഹം അവിടെ ഒരു വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ഡിസിഷൻ രണ്ടു ഭാഗത്തും കൺഫേംഡ് ആയിട്ടുണ്ട്. ഒരു വർഷം കൂടി അദ്ദേഹം അവിടെ തുടരും. ഡി മരിയ അർജന്റീൻ ദേശീയ ടീമിൽ നിന്ന് കോപ്പ അമേരിക്കയുടെ ഫൈനലോട് കൂടി വിടവാങ്ങുകയാണ്. ആ കാര്യം നേരത്തെ പ്രഖ്യാപിച്ചതാണ്. അതിന് മാറ്റമില്ല. ദേശീയ ടീമിൽ നിന്ന് അദ്ദേഹം വിരമിക്കുന്നു. പക്ഷേ ക്ലബ് ഫുട്ബോളിൽ അദ്ദേഹം കളി തുടരും. പോർച്ചുഗലിൽ തന്നെ അദ്ദേഹം കളി തുടരും. ബെൻഫിക്കയിൽ തന്നെ തുടരും. നമുക്കറിയാം 2005 സീസണിലാണ് അദ്ദേഹം തന്റെ സീനിയർ കരിയർ ആരംഭിക്കുന്നത്. റൊസാരിയോ സെൻട്രലിലൂടെയാണ് അദ്ദേഹത്തിന്റെ സീനിയർ കരിയർ തുടങ്ങുന്നത്. റൊസാരിയോ സെൻട്രൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ യൂത്ത് കരിയറും ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് പിന്നെ അദ്ദേഹം ആദ്യമായിട്ട് യൂറോപ്പിലേക്ക് എത്തുന്നത് ബെൻഫിക്കയിലേക്കായിരുന്നു. അവിടെ നിന്ന് റയൽ മാഡ്രിഡിലേക്ക് പോയി, പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ പോയി, പാരീസ് സെന്റ് ജർമ്മനിൽ പോയി, പിന്നെ ഒരു സീസണിൽ യുവന്റസിൽ കളിച്ചു. അതിനുശേഷം യൂറോപ്പിലെ തന്റെ ആദ്യ ക്ലബ്ബായിരുന്ന ബെൻഫിക്കയിലേക്ക് തന്നെ അദ്ദേഹം മടങ്ങി പോവുകയായിരുന്നു. ഏതായാലും അദ്ദേഹം അവിടെ തന്നെ തുടരുകയാണ്. ഇപ്പൊ ഇന്റർ മയാമി അടക്കമുള്ള ടീമുകൾ ഡി മരിയയിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു എന്ന വാർത്തകളും ഇതിനിടയ്ക്ക് വന്നിരുന്നു. പക്ഷെ അതൊന്നും സംഭവിക്കുന്നില്ല. അദ്ദേഹം ബെൻഫിക്കയിൽ തന്നെ തുടരും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.